ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു വീക്കെൻഡ് മോർണിംഗ് റൊട്ടീനാണ് കാണിക്കുന്നത്. ഇവിടെ ഫ്രൈഡേയും സാറ്റർഡേ ആണ് കേട്ടോ വീക്ക് ഓഫ് ഡേയ്സ് വരിക. എണീറ്റാൽ ഉടനെ തന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടും കേട്ടോ. അപ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. വൈറ്റ് ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനുശേഷം ഞാനൊന്ന് ബ്രഷെല്ലാം ചെയ്ത് ഫേസ് വാഷൊക്കെ ചെയ്ത് ഫ്രഷായി വന്നു കേട്ടോ. പിന്നെ മുടി ഒന്ന് കെട്ടുകയാണ്. സാധാരണ എണീറ്റാൽ ഉടനെ ഞാൻ കുറച്ച് വെള്ളം കുടിക്കും കേട്ടോ. പിന്നെ ഇന്ന് വീക്ക് ഓഫാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പതുക്കെ എണീറ്റാൽ മതിയായിരുന്നു. ഇന്ന് നൂലുപുട്ട് ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിച്ചേ. അരിപ്പൊടി എടുത്തു, ആവശ്യത്തിന് ഉപ്പിട്ടു, തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുഴയ്ക്കുകയാണ് കേട്ടോ. വെള്ളം തിളച്ചിട്ട് ഇങ്ങനെ പൊട്ടില്ലേ, അതാട്ടോ എൻ്റെ ഫേസ് ഇങ്ങനെ ഇരിക്കണേ. ചൂടുള്ളത് കൊണ്ട് ഞാൻ സ്പൂണ് യൂസ് ചെയ്തിട്ടാണ് കുഴയ്ക്കുന്നത്. പിന്നെ ആവശ്യാനുസരണം വെള്ളം ഒഴിക്കുക, കുഴയ്ക്കുക, അങ്ങനെ തന്നെ. ഈ കുഴയ്ക്കണതിലാണ് നൂലുപുട്ടിൻ്റെ സോഫ്റ്റ്നെസ് വരിക കേട്ടോ, എല്ലാവർക്കും അറിയാലോ. പിന്നെ നന്നായി കുഴച്ച് ഈ പരുവത്തിലാക്കിയിടും. ഇനി ഞാൻ ആ പാത്രത്തിൽ എണ്ണ തേക്കാണ് കേട്ടോ, നൂലുപുട്ട് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാവർക്കും നൂലുപുട്ട് ഉണ്ടാക്കാൻ ഇഷ്ടമാണോ? എനിക്കെന്തോ അത് തിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പക്ഷേ കഴിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ അത് ആവിയിൽ പുഴുങ്ങാൻ വേണ്ടി വെച്ചു. കടലക്കറി ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ, അതുകൊണ്ട് അത് ചൂടാക്കിയാൽ മതി. അപ്പോഴത്തേക്ക് നമ്മളെ നൂലുപുട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അത് തണുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വെക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ കട്ടൻ കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചു. ഞാൻ വെള്ളം വെച്ച ഉടനെ തന്നെ പഞ്ചസാര ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ തിളയ്ക്കുമ്പോഴേക്കും അത് അലിയുമല്ലോ. പിന്നെ കാപ്പിപ്പൊടി ഇട്ടു, കാപ്പി റെഡി. അപ്പോഴത്തേക്ക് നമ്മുടെ നൂലുപുട്ടെല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ കാസറോളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അപ്പം തന്നെ കയ്യോടെ യൂസ് ചെയ്ത പാത്രങ്ങളെല്ലാം കഴുകി വെക്കാറുണ്ട് കേട്ടോ. ഇനി പ്ലേറ്റെല്ലാം എടുത്ത് വെക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കാറേ ഇല്ല കേട്ടോ. ഞങ്ങൾ TV കണ്ട് സോഫയിൽ ഇരുന്നിട്ടാണ് കഴിക്കുക. ഞാൻ ഭക്ഷണം എല്ലാം കൊണ്ടുവയ്ക്കുക കേട്ടോ അങ്ങോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് TV ഓൺ ചെയ്യാണ്. ഈ TV കാരണമാണ് സോഫയിൽ ഇരുന്ന് ഭക്ഷണം തന്നെ കഴിക്കുന്നത്. പഴയ സിനിമയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ രണ്ടാളും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തോ നല്ല ഫീലാണ്. ഇങ്ങനെ ഒരുമിച്ചിരുന്ന് TV ഒക്കെ കണ്ട് വർത്താനം പറഞ്ഞൊക്കെ കഴിക്കുമ്പോൾ ഭക്ഷണത്തിന് കൂടുതൽ ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? പിന്നെ ഞാനിന്ന് മോർണിംഗ് റുട്ടീൻ മാത്രമാണ് കേട്ടോ കാണിക്കണേ. ഉച്ചയ്ക്ക് ഉള്ളതൊന്നും കാണിക്കണില്ല. ഞാൻ പറഞ്ഞല്ലോ വീക്കെൻഡാണ്, ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണം. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അതെല്ലാം ഞാൻ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി പാത്രം കഴുകലാണ്.
പാത്രം എല്ലാം കഴുകി കഴിഞ്ഞ് ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ലൊരു ഫീലാണ് കേട്ടോ കിട്ടുക. ഇനി നമുക്ക് കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ട്. രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ അലക്കിയാൽ മതി കേട്ടോ. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഇതിന് ശേഷം നമുക്ക് വീട്ടിലേക്കൊന്ന് വീഡിയോ കോൾ ചെയ്യാം. അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ റെക്കോർഡ് ചെയ്യണത്. ഞാൻ സാധാ വീഡിയോ റെക്കോർഡും പിന്നെ സ്ക്രീൻ റെക്കോർഡും ചെയ്തിട്ടുണ്ട്. കൊളത്തൂരത്തെ അച്ഛനും അമ്മയ്ക്കും ഈ സമയത്ത് തന്നെയാണ് ഞങ്ങൾ വിളിക്കാറ്. പക്ഷെ അവർ ഇന്നൊരു മാരേജ് ഫംഗ്ഷന് വേണ്ടി പോയിട്ടുള്ളതാണ്, അതുകൊണ്ട് വിളിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഈവനിങ്ങിൽ വിളിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഡ്രസ്സെല്ലാം അലക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് വിരിച്ചിടണം. അതിനുശേഷം കുറച്ച് നേരം TV എല്ലാം കണ്ട് റിലാക്സ് ചെയ്ത് നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിച്ച് ഈവനിങ്ങിലൊന്ന് പുറത്ത് പോകാമെന്നാണ് വിചാരിക്കണേ. കുറച്ച് പർച്ചേസിങ് എല്ലാം ഉണ്ട്. ഞങ്ങളുടെ ഒരു വീക്ക് ഓഫ് മോർണിംഗ് റൂട്ടീൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.